പറഞ്ഞു മെറിറ്റിന്റെ ആണല്ലോ, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ മെറിറ്റ് പെൺകുട്ടികളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ്. അപ്പൊ 75% പെൺകുട്ടികളാണ് ഈ കോളേജിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ബുദ്ധിയുള്ളവർ സ്ത്രീകളാണ് എന്നത് വിഭാഗമാണ് പുരുഷന്മാർ അല്ലേ? പെൺകുട്ടികൾ മുമ്പൊക്കെ തന്നെ പറയുന്നു അബലയാണ് ചബലയാണെന്നൊക്കെ പറയും. ഇപ്പൊ അതൊന്നും പറയുന്നു. ഇപ്പൊ വളരെ സ്മാർട്ടാണ് എല്ലാവരും. അബലയും ചബലയൊന്നുമല്ല. ഇപ്പൊ എന്തിനേയും പ്രതികരിക്കാൻ ശേഷിയുള്ളവരായി തീർന്നിരിക്കുന്നു പെൺകുട്ടികൾ എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല എന്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടികളും ഉള്ള ആൺകുട്ടികളും എല്ലാം തന്നെ വളരെ സുന്ദരന്മാരും സുന്ദരികളും തന്നെയാണ്. ഈ പ്രായം നിങ്ങളും ചെറുതാണ്, അത് മനസ്സിലാക്കേണ്ടത്. ഏത് സമയവും കണ്ണാടിക്ക് മുമ്പിൽ മാത്രം നിൽക്കുന്നവരാണ് നിങ്ങൾ. എനിക്കറിയാം, എന്റെ മകളെ എനിക്കറിയാം. അപ്പൊ എനിക്ക് നിങ്ങളെ എല്ലാവരെയും മനസ്സിലാവും. ഞാൻ ഇരിക്കുമ്പോൾ ഓരോ ആളുടെയും മുഖം ഇങ്ങനെ ശ്രദ്ധിച്ചു, പല ഭാവങ്ങളും ശ്രദ്ധിച്ചു. ശരിക്കും അതാണ് പെൺകുട്ടിയുടെ ഈ പ്രായം, അതാണ് നമ്മുടെ. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാൻ ഇതൊക്കെ നല്ലതാണ്, വളരെ പ്രതികരിക്കാൻ ശേഷി ഉണ്ടാകുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ കയറാൻ നോക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്താണ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ടാണ്. വളരെ പെട്ടെന്ന് ആദ്യം അവരുടെ ബോഡി എടുക്കാം എന്ന് പറഞ്ഞു. പേര് ചോദിച്ചു. അപ്പൊ പേരൊരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു. പക്ഷെ പ്രായം എനിക്കറിയില്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ വിളിച്ചു പറഞ്ഞു. പ്രിൻസിപ്പൾ എന്നെ തിരിച്ചു വിളിച്ചു. ഷിംല എന്ന് പറയുന്ന ഈ പെൺകുട്ടി 17 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവരെ മോർച്ചറിയിലേക്ക് ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്. 17 വയസ്സ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ഇതിന്റെ ഒരു സാഹചര്യമല്ലായിരിക്കാം, പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് നമുക്ക് അല്പമെങ്കിലും നമുക്ക് സംസാരിക്കുവാൻ വേണ്ടി കഴിയുന്ന ഈ സമയം എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ജീവിക്കുവാൻ ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. സന്തോഷമായിട്ട് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ രക്ഷിതാക്കളും അതേപോലെ സമൂഹവും എല്ലാം തന്നെ ശ്രമിക്കുക. പ്രതികരിക്കാൻ ശേഷിയുള്ളവർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും പ്രതികരിക്കാൻ കഴിയുമ്പോൾ നമ്മൾ പ്രതിരോധിച്ച് നിൽക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ ഈ സമൂഹത്തിൽ പ്രതിരോധിച്ച് നിൽക്കുവാൻ വേണ്ടി സ്ത്രീകൾക്കാണ് ഏറ്റവും കഴിയേണ്ടത്. വലിയ വിഭാഗം നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഈ ചൂഷണം ചെയ്യുന്നതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിക്കും.